ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാദേവി നമ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 50-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ സ്മരിക്കുന്നത്. ശ്ലോകം ചൊല്ലാം. നിസ്തുലാ നീലചികുരാ നിരപായാ നിരത്യയാ ദുർലഭാ ദുർഗമാ ദുർഗാ ദുഃഖഹന്ത്രീ സുഖപ്രദാ. ആദ്യത്തെ നാമം നിസ്തുല. നിസ്തുല എന്ന് പറയുമ്പോൾ തുലനം ചെയ്യാൻ പറ്റാത്തതാണ്. തുല്യമായി മറ്റൊന്നും ഇല്ലാത്തവൾ ദേവി. താരതമ്യം ചെയ്യുവാൻ സാധിക്കാത്തവൾ മഹാദേവി. ദേവി അനുപമയാണ്, അതുല്യയാണ്, സർവ ഉത്കൃഷ്ടയാണ്, സർവോത്കൃഷ്ടയാണ്. ഏകമാണ് ദേവി, അദ്വിതീയമാണ് ദേവി. അത് ഏകം അദ്വിതീയം ബ്രഹ്മം, അതാണ് ദേവി. അങ്ങനെ അനുപമമായിട്ട് ഏറ്റവും ഉത്കൃഷ്ടമായി സർവോപരി വിളങ്ങുന്ന മഹാചൈതന്യമൂർത്തിയാണ് അമ്മ. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. ഓം നിസ്തുലായേ നമ. അമ്മയെ പോലെ മറ്റൊന്നില്ല എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. അടുത്ത നാമം നീലചികുര. നീല നിറം, കറുപ്പ് നിറം, നീല നിറമാർന്ന നല്ല കറുത്ത് ഇടതൂർന്ന തലമുടിയോട് കൂടിയവൾ. വ്യോമകേശി എന്നാണ് അമ്മയുടെ മറ്റൊരു പേര്. അത്രയ്ക്ക് സൗന്ദര്യമുള്ള മൂർത്തിയാണ് ദേവി. ഇവിടെ ഭാരതീയ സൗന്ദര്യശാസ്ത്രം പ്രകാരമാണ് നീലവർണ്ണമുള്ള അല്ലെങ്കിൽ കറുത്ത തലമുടി എന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ നിർഗുണവർണ്ണന നമ്മൾ കണ്ടു. അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു സ്ഥൂലരൂപ വർണ്ണനയാണ് നൽകിയിരിക്കുന്നത്. ആ സുന്ദര കളേബരവും അമ്മയുടെ മനോഹരമായ ചികുരഭാരവും നമുക്ക് സ്മരിക്കാം. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. ഓം നീല ചികുരായേ നമ. അടുത്ത നാമം നിരപായ. നിരപായ എന്നാൽ അപായമില്ലാത്തവൾ. അപ്പം എന്താണ് അപായം? നാശം. നാശമില്ലാത്തവൾ, അപായമില്ലാത്തവൾ, നിരപായ. ഒന്നിൽ നിന്ന് വേർപെടുന്നതാണ് അപായം. ഒന്ന് മറ്റൊന്നിൽ നിന്ന് വേർപെട്ട് നിൽക്കുക, അതാണ് വേർപെട്ട് പോവുക, അതാണ് അപായം. എന്നാൽ ദേവി ഒന്നിൽ നിന്നും വേർപെടുന്നില്ല. ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്നത് മഹാചൈതന്യമായ ദേവിയാണ്. ദേവി സർവഗതയാണ്, സർവന്തര്യാമിയാണ്, സർവവ്യാപിയാണ്, നിത്യയാണ്. അങ്ങനെയാവുമ്പോൾ ദേവിക്ക് ഒന്നിൽ നിന്നും വേർപെടേണ്ട കാര്യമില്ല. എല്ലാറ്റിലും ഒരേ ശക്തിയായി ചൈതന്യമായി വിരാജിക്കുകയാണ്, വിളങ്ങുകയാണ് മഹാദേവി. അതുകൊണ്ട് അപായം അല്ലെങ്കിൽ അകൽച്ച, വേർപെടൽ ഇല്ലാത്തവൾ, നിരപായ. ഏത് നാശമാവാം, മരണം, ദുരിതം, വേർപാട്, വ്യസനം, നഷ്ടം, ഭാഗ്യക്കേട്, ഇതൊക്കെ അപായങ്ങളാണ്. അങ്ങനെയുള്ള അപായങ്ങളൊന്നും അമ്മയെ ബാധിക്കുന്നില്ല. അമ്മയ്ക്ക് അങ്ങനെയുള്ള അപായങ്ങളില്ല. ഒപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? അമ്മയ്ക്ക് ഇങ്ങനെയുള്ള അപായമില്ല, നാശമില്ല എന്നൊക്കെ പറയുന്നേക്കാൾ ഉപരി ഒരു ഭക്തൻ അല്ലെങ്കിൽ സമർപ്പിതമായ ചിത്തത്തോടു കൂടിയ ഒരു മകൻ അല്ലെങ്കിൽ മകള് ചിന്തിക്കേണ്ടത്, അമ്മയെ ആര് സമാശ്രയിക്കുന്നുവോ അവർക്ക് അപായങ്ങളില്ലാതെ അമ്മ കാത്തുരക്ഷിക്കും എന്നാണ്. അപായങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു, അപായങ്ങളില്ലാതെ ശ്രീ മഹാദേവി കാത്തുരക്ഷിക്കുന്നു. അങ്ങനെ ഭക്തനെ അപായങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, വിരഹങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവളാണ് ശ്രീ മഹാദേവി. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. ഓം നിരപായേ നമ. അടുത്ത നാമം നിരത്യയ. നിരത്യയ എന്ന് പറഞ്ഞാൽ അത്യയമില്ലാത്തവൾ.
അത്യയം എന്ന് പറഞ്ഞാൽ നാശം. നാശമില്ലാത്ത ശാശ്വത സത്യം, ശാശ്വതമായ ചൈതന്യം, ശാശ്വതമായ ആനന്ദം, യാതൊരു വിധത്തിലുള്ള നാശമോ ക്ഷയമോ ഇല്ലാത്ത ശക്തിയാണ് മഹാദേവി. അതുകൊണ്ട് നിരത്യയ, അതിക്രമങ്ങളില്ല, ദുഃഖങ്ങൾ, ദോഷങ്ങൾ, ദണ്ഡം, ആപത്ത് ഇവയൊക്കെ അത്യയങ്ങളാണ്. അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള നാശങ്ങളോ നഷ്ടങ്ങളോ വേദനയോ അമ്മക്കില്ല എന്ന് പറയുന്നു. നമ്മൾ ആനന്ദത്തോടുകൂടി മനസ്സിലാക്കേണ്ടത് അമ്മയുടെ ഭക്തർക്ക് ആപത്ത് ഭവിക്കുന്നില്ല. അത്യയങ്ങളിൽ നിന്ന് അമ്മ നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെയുള്ള അത്യയങ്ങളിൽ നിന്ന് അതീതയാണ് ശ്രീ മഹാദേവി എന്ന് മനസ്സിലാക്കാം. ആപത്തകറ്റുന്നവളാണ് ദേവി. ഓം നിരത്യയായേ നമ. അടുത്ത നാമം ദുർലഭ. ദുർലഭ എന്ന് പറയുമ്പോൾ വളരെ ക്ലേശിച്ചു മാത്രം ലഭ്യമാകുന്നവൾ ദേവി ദുർലഭ. ദേവി സകലർക്കും പ്രാപ്യയല്ല. പറയുന്നുണ്ട്, യോഗികൾക്കു കൂടി അത്ര എളുപ്പത്തിൽ ദേവിയെ പ്രാപിക്കാനാവില്ല. എന്നാൽ അവർക്ക് ലഭ്യയാണ്. ദേവി സുലഭയാണ്. അത്രയ്ക്ക് തപോനിഷ്ഠരായിട്ടുള്ളവർക്ക് ദേവി സുലഭയാണ്. എങ്കിലും അതിന് ആവശ്യമായ ഘടകങ്ങളുണ്ട്. കടുത്ത തപസ്, യോഗ സാധനകൾ, പൂജാദികൾ, ഇവയെ കൊണ്ട് ദേവിയെ പ്രസാദിപ്പിക്കാം. ദേവി അങ്ങനെ ഇത്തരം അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവർക്ക് ലഭ്യയാണ്. പക്ഷെ അതിലെല്ലാറ്റിലും ഉപരി നിഷ്കളങ്ക ഹൃദയത്തിലാണ് അമ്മ വസിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. ആരാധനാ രീതികൾ കൃത്യമായി അനുഷ്ഠിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ ഓർക്കണം. അതിലുപരിയായിട്ട് അമ്മയുടെ അനുഗ്രഹ ലബ്ധിയാണ്, അമ്മയുടെ കാരുണ്യം നിറഞ്ഞൊരു നോട്ടമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ കാരുണ്യം ആർക്കാണ് ലഭിക്കുക, എങ്ങനെയാണ് അമ്മയെ ലഭിക്കുക എന്ന് പറയുമ്പോൾ, ആരുടെ ഹൃദയമാണോ സംശുദ്ധമായി നിഷ്കളങ്കമായി മാലിന്യലേശമില്ലാതെ സൂക്ഷിച്ചു പോരുന്നത് അവർക്ക് തീർച്ചയായിട്ടും അമ്മ സുലഭയാണ്. അവർക്ക് അമ്മ ദുർലഭയല്ല. പിന്നെ അനുഷ്ഠാന ശുദ്ധി ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ആവശ്യകതയും കൂടി നമ്മൾ മനസ്സിലാക്കുക. പിന്നെ എന്താ, ഉറച്ച ലക്ഷ്യബോധം വേണം. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഘടകമാണ് ഗുരുകൃപ. ഗുരുകൃപ അനിവാര്യമാണ്. ദേവിയെ സുലഭമായി ലഭിക്കാനായിട്ട്, അല്ലെങ്കിൽ ദേവിയെ ലഭിക്കാനായിട്ട് ഗുരുകൃപ ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. പിന്നെ എന്താണ് ദേവിക്ക് ഈ പേര് ദുർലഭ എന്ന് പറഞ്ഞാൽ, ദേവിയെ ലഭിക്കുവാൻ വേണ്ടി എന്തെന്ത് കഠിന തപശ്ചര്യകൾ ചെയ്യണമോ അതെല്ലാം അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ ഈ സാധാരണക്കാർ മനസ്സിൽ നിഷ്കളങ്ക പ്രേമം നിറയ്ക്കുക എന്നാണ് ആചാര്യവചസ്. ഒരു ശിശുവായി തീർന്നുകൊണ്ട് അമ്മയെ സമീപിക്കുക, അമ്മയുടെ പാദത്തിൽ നമ്മുടെ ശിരസർപ്പിക്കുക. ആ നിഷ്കളങ്ക ഭാവം, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സ് തരണേ എന്നാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. എങ്കിലും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വിധി നിഷേധങ്ങൾ എല്ലാം ഉണ്ട്. അതെല്ലാം ആവശ്യമായ ഘടകങ്ങളാണ്. ഉപരിയായി വർത്തിക്കുന്നത് ദേവിയുടെ കടാക്ഷം. ആ കടാക്ഷം വന്നു ഭവിക്കേണ്ടത് സംശുദ്ധമായ നിർമ്മലമായ മനസ്സിൽ. ശരീരവും പ്രധാനമാണ്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എല്ലാം സംശുദ്ധമാക്കാൻ അമ്മ നമ്മളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ദുർലഭായേ നമ. അടുത്ത നാമം ദുർഗമ. ദുർഗമ എന്ന് പറയുമ്പോൾ ഗമിക്കാൻ അല്ലെങ്കിൽ പ്രാപിക്കാൻ വിഷമമുള്ളവൾ. അമ്മയെ ലഭിക്കാൻ, ദുർലഭ എന്ന് പറഞ്ഞു, അതേ ഭാവം തന്നെയാണ്. അമ്മയെ ലഭിക്കാൻ വളരെ വിഷമമാണ്. ഇവിടെയും പ്രസ്താവിക്കുന്നത് നിഷ്കളങ്ക ഭക്തിയുള്ളവർക്ക് മാത്രം അമ്മയെ പ്രാപിക്കാവുന്നതാണ്. അല്ല എങ്കിൽ അമ്മ ദുർഗമ തന്നെയാണ്. വേറൊന്ന് മനസ്സിലാക്കാം, അമ്മയ്ക്ക് ദുർഗമമായിട്ട് മറ്റൊന്നുമില്ല, കടന്നു ചെല്ലാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല.
ഇനി എന്തുകൊണ്ടാണ് ഇത്രയും ഗാഠമായി ഉറപ്പിച്ച് പറയാണ് അമ്മ ദുർലഭയാണ്, ദുർഗമയാണ് എന്ന് പറയുന്നത്? അത് അനുഷ്ഠാനങ്ങളുടെയും ഭക്തി, വിശ്വാസം, ശ്രദ്ധ, ഭക്തി, വിശ്വാസം, ഇത് മൂന്നുമാണ് പ്രധാന ഘടകം പറയണത്. ശ്രദ്ധ, ഭക്തി, വിശ്വാസം. ഈ ഭക്തിയിലാണ് നിഷ്കളങ്ക ഭക്തി എന്നുള്ള ഭാവം നമ്മൾ വരുത്തേണ്ടത്. അങ്ങനെ ഭക്തി കൊണ്ട് ദേവിയെ അനുഭവിക്കാം. പക്ഷേ പ്രത്യക്ഷ ദർശനത്തിന് ഈ വിധത്തിലുള്ള അനുഷ്ഠാനങ്ങളും തീവ്ര യോഗ സാധനകളും എല്ലാം ആവശ്യമാണ്. ഇനി അമ്മ ആരിലാണോ കടാക്ഷം ചൊരിയണേ അറിയില്ല, ആരാണോ ഉത്കടമായ ദാഹത്തോട് അല്ലെങ്കിൽ അദമ്യമായ പ്രേമത്തോടും കൂടി ആരാണോ ഉപാസിക്കുന്നത് അവർക്ക് ദേവി പ്രത്യക്ഷമാകുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു പ്രാർത്ഥനയിൽ ഓം ദുർഗമായേ നമ. അടുത്ത നാമം ദുർഗാദേവി. ദുർഗയായി ഇരിക്കുന്നവൾ, ദുർഗാദേവിയായിരിക്കുന്നവൾ ദുർഗ. അമ്മയുടെ അടുത്ത് ചെല്ലാൻ വളരെ ദുർഗമമാണ്, വഴി വളരെ ബുദ്ധിമുട്ടാണ്, അതും മനസ്സിലാക്കാം. എന്നാലും അമ്മ സ്വയം പറയുന്നുണ്ട്. ദേവി മാഹാത്മ്യത്തിൽ ഏകദശ അധ്യായത്തിൽ അമ്മ പറയാണ്, അസുര നിഗ്രഹമൊക്കെ നടത്തി ഭക്ത സംരക്ഷണമാണ്. അസുര നിഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവിക സമ്പത്തിനെ സംരക്ഷിക്കലാണ്. എന്നിട്ട് അമ്മ പറയാണ്, തത്രൈവ ച വധിഷ്യാമി ദുർഗാമാഖ്യം മഹാസുരം ദുർഗാദേവീതി വിഖ്യാതം തന്മേ നാമ ഭവിഷ്യതി. ഞാൻ അസുര നിഗ്രഹമൊക്കെ കഴിഞ്ഞു, ഇനി നിങ്ങളുടെ അടുത്ത് വരികയാണ് ദുർഗാദേവിയായിട്ട്. അസുര നിഗ്രഹത്തിന് ശേഷം ദുർഗ എന്ന പേരിൽ നിങ്ങൾക്ക് അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ അവതരിക്കുന്നതാണ് എന്നൊരു ഉറപ്പ് അമ്മ തന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയെ ലഭിക്കാൻ എങ്ങനെ എന്തെന്ത് പ്രമാണങ്ങൾ അനുസരിക്കണം, അനുഷ്ഠിക്കണം, ഒപ്പം തന്നെ പ്രയത്നങ്ങൾ നമ്മൾ ചെയ്യുക. മനസ്സ് പാളിപ്പോകാം എങ്കിലും ആ സാരിത്തുമ്പിൽ തന്നെ പിടിച്ചുകൊണ്ട് മുന്നേറുക എന്നാണ് ആചാര്യന്മാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ദുർഗയാണ്. അങ്ങനെയുള്ള മഹാദേവി ദുർഗമമായ സംസാര സാഗരത്തിൽ നിന്നും കരകയറാനായിട്ട് ഭക്തനെ അനുഗ്രഹിക്കുകയാണ്, സഹായിക്കുകയാണ്. പിന്നീട് ദുർഗ എന്ന് പറയുമ്പോൾ 9 വയസ്സുള്ള കുമാരിമാരെ അല്ലെ കന്യകയെ നമ്മൾ നവരാത്രി വ്രത അനുഷ്ഠാന കാലഘട്ടത്തിൽ 9 കുമാരിമാരെ 9 കന്യകമാരെ പൂജിക്കും. അതിൽ 9 വയസ്സുള്ള കന്യകയായിട്ടാണ് ദുർഗാദേവിയെ പൂജിക്കുന്നത്. അങ്ങനെ സർവൈശ്വര്യപ്രദായിനിയായിട്ട് സർവസംരക്ഷകയായിട്ട് വർത്തിക്കുന്ന ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ഓം ദുർഗായേ നമ. അടുത്ത നാമം ദുഃഖഹന്ത്രി. ദുഃഖത്തെ ഹനിക്കുന്നവൾ, ദുഃഖത്തെ നശിപ്പിക്കുന്നവൾ, ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യുന്നവൾ. ജനന മരണം, ആ ജനന മരണ രൂപമായിട്ടുള്ള ഈ സംസാര ചക്രം, ഈ ജീവിത ചക്രം തീർച്ചയായിട്ടും ദുഃഖ കാരണമാണ്. ഈ സംസാര ദുഃഖത്തിൽ നിന്നും മോചനം നേടുക എന്ന ഒരൊറ്റ ലക്ഷ്യമേ ഏതൊരു ജീവനുമുള്ളൂ, വന്നിടത്തേക്ക് തിരിച്ചു പോകുക എന്നുള്ളൊരു ലക്ഷ്യം. എന്നാലും നമ്മൾ ഉഴലുകയാണ്, ജനി മൃതി ആ ചക്രത്തിൽപ്പെട്ട് ഇങ്ങനെ ഉഴറുകയാണ്. അങ്ങനെ എന്തെന്ത് ശാരീരികം, മാനസികം, ബൗദ്ധികം, സാമുദായികം എല്ലാമായിട്ടുള്ള ദുഃഖങ്ങൾ, വേദനകൾ എല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം ബാഹ്യ വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെ അനുഭവിക്കുന്നു എങ്കിലും ആ ബാഹ്യ വിഷയങ്ങൾ സുഖമാണ്, ദുഃഖമാണ്, ഇതിനെല്ലാം കാരണം നമ്മുടെ മനസ്സാണ് എന്ന് പറയണു. മനസ്സ്, ഇന്ദ്രിയം ഇത് ചേർന്നിട്ട് ബാഹ്യ വിഷയങ്ങളെ നമ്മൾ അനുഭവിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സുഖം വരുന്നു, അല്ലെങ്കിൽ ദുഃഖം വരുന്നു. അപ്പോൾ എങ്ങനെയാണ് അമ്മ ദുഃഖത്തെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യുന്നത്? അമ്മ ഭക്തന് ഇന്ദ്രിയ നിഗ്രഹത്തിനുള്ള ശക്തി തരികയാണ്. അമ്മ എളുപ്പത്തിന് ഇന്ദ്രിയ നിഗ്രഹത്തിനുള്ള ശക്തിയൊന്നും തരില്ല. നേരത്തെ പറഞ്ഞ പോലെയുള്ള അനുഷ്ഠാനങ്ങൾ, തപശ്ചര്യകൾ, നിശ്ചയദാർഢ്യം, നിശ്ചയബുദ്ധി,
ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് മുന്നേറുന്ന ഒരുവന് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കെൽപ്പ് കൈവരുന്നു. അത് അമ്മയുടെ കാരുണ്യമാണ് എന്നും മനസ്സിലാക്കാം. അപ്പോൾ ആരാണോ ഇങ്ങനെ ജീവിക്കുന്നത് അവർ യോഗികളാണ്, നിത്യതുഷ്ടരാണ്, സമചിത്തരാണ്. അങ്ങനെ ആവുമ്പോൾ അവർക്ക് ദുഃഖങ്ങളില്ല. അതിന് പ്രധാന കാരണം എന്താണ്? അവരവരെ മനസ്സിനെ നശിപ്പിച്ചിരിക്കുകയാണ്. മനോനാശം സംഭവിക്കുകയാണ്. എങ്ങനെയാണ് മനസ്സിനെ നിയന്ത്രിക്കാനും മനസ്സിനെ നശിപ്പിക്കുക, മനോനാശം വരുത്താൻ സാധിക്കുന്നത്? അത് ഒരിക്കലും എളുപ്പമല്ല. കാരണം നിരന്തരമായ ദേവീ ചിന്തയും ഒപ്പം തന്നെ നിരന്തരമായ ദേവീ കൃപയും ഉണ്ടെങ്കിലേ അതിന് സാധിക്കുള്ളൂ. എന്തെന്ത് പാളിച്ചകളോ എന്തെന്ത് വൈകല്യങ്ങളോ സംഭവിച്ചാലും ആരെല്ലാം കുറച്ചെങ്കിലും ഉപാസന ചെയ്യുന്നുണ്ടോ അവർക്ക് അതിൻ്റേതായ ഗുണം ലഭ്യമാവുക തന്നെ ചെയ്യുമെന്ന് ദേവി ഉറപ്പു തരുന്നുണ്ട്. അങ്ങനെ ആരാണോ തീവ്രമായ ഉപാസനയിൽ ഒപ്പം തന്നെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി മുന്നേറുന്നത് അവരുടെ മനസ്സിനെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിനെ കൊടുത്താൽ മനഃകൃതം ലോകം എന്നാണ് പറയണത്. മനസ്സാണ് നമ്മുടെ ലോകം ഉണ്ടാക്കുന്നത്. അപ്പോൾ സുഖം ഉണ്ടാക്കാം, ദുഃഖം ഉണ്ടാക്കാം, ആശങ്കയാവാം, ആനന്ദമാവാം, എല്ലാം നമ്മളുടെ മനസ്സാണ്. അതാണ് വലിയൊരു വചസ്സാണ് മനഃകൃതം ലോകം. അപ്പോൾ സുഖദുഃഖങ്ങൾ മനോനിഷ്ഠമാണ് എന്ന് മനസ്സിലാക്കാം. മനസ്സിനെ അപ്പോൾ എന്ത് ചെയ്യണം? മങ്കി മൈൻഡ് എന്നല്ലേ പറയാ. അപ്പോൾ മനസ്സ് ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും, നമ്മളുടെ പിടിയിൽ പറ്റുന്നില്ല. കാറ്റിലാടുന്ന ഒരു ദീപശിഖ പോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ പറയും അതൊക്കെ സാധിക്കും അനായാസേന, പക്ഷേ നിരന്തരമായ പ്രയത്നം കൊണ്ട്. അതാണ് ഈശ്വര കൃപയുണ്ടെങ്കിൽ മനസ്സിനെ വിട്ടാൽ വലിയ ഉയരത്തിൽ നിന്ന് എടുത്ത് ചാടിയാൽ മാത്രമേ നമ്മളുടെ ലക്ഷ്യം നടക്കുള്ളൂ. അപ്പോൾ മനസ്സിനെ കൈവിട്ടുകൊണ്ട്, ഞാനെന്ന ഭാവം വിട്ടുകൊണ്ട് സമർപ്പിതമായിക്കൊണ്ട് അമ്മ എന്നുള്ളൊരു ഭാവത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അമ്മ നേരിട്ട് വന്ന് കൈക്കൊള്ളും എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ദുഃഖഹന്ത്രിയായിട്ടുള്ള അമ്മയ്ക്ക് നമസ്കാരം. ഓം ദുഃഖഹന്ത്രേ നമ. അടുത്ത നാമം സുഖപ്രദ. സുഖത്തെ പ്രദാനം ചെയ്യുന്നവൾ ദേവി. മനസ്സിനെ നിയന്ത്രിച്ച് സുഖവും ദുഃഖവും വേണ്ടാന്നൊക്കെ ആക്കാം. അത് തീവ്ര സാധന വേണം, തപശ്ചര്യ വേണം, ആ ഒരു തലത്തിൽ നമ്മൾ ഉയരേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ സാധാരണ LP ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് സുഖം വേണം, ആനന്ദം വേണം, സംരക്ഷണം വേണം. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം ദുഃഖങ്ങളെ ഹനിക്കുന്നു അമ്മ, ഒപ്പം തന്നെ സുഖത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. സുഖത്തെ പ്രദാനം ചെയ്യുന്നവളാണ് ദേവി സുഖപ്രദ. സുഖം ഇഹത്തിലും പരത്തിലും വേണം. ഐഹിക സുഖം വേണം, പാരത്രിക സുഖം വേണം. അതും കഴിഞ്ഞിട്ട് നമുക്ക് ആത്യന്തികമായിട്ടുള്ളൊരു സുഖമുണ്ട്. അതിനെ സുഖം എന്നല്ല പറയുക, ആനന്ദം എന്ന് പറയാണ്. അത് ആ തലവും കടന്നു ചെല്ലുമ്പോൾ മോക്ഷമാണ്. അങ്ങനെ ദേവീ പ്രസാദത്താൽ ഭക്തന് ആനന്ദലബ്ധി കൈവരുന്നു. തീർച്ചയായിട്ടും അമ്മയുടെ ആ സ്ഥൂല രൂപ വർണ്ണനയൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. അങ്ങനെ വരപ്രസാദിനിയായിട്ട്, വരദായിനിയായിട്ട്, അഭീഷ്ടവര ദായിനിയായിട്ട് അമ്മ വിളങ്ങുകയാണ്. അപ്പോൾ സുഖം തരും, ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും. പക്ഷേ ഒരു കാര്യം നമ്മളോട് ഓർക്കണം എന്ന് പറയണു, എവിടെയാണോ ഭോഗം ഉള്ളത് അവിടെ മോക്ഷം ഇല്ല എന്നാണ്. അതുപോലെ എവിടെയാണോ രാമനുള്ളത് അവിടെ കാമം ഇല്ല, എവിടെയാണോ കാമമുള്ളത് അവിടെ രാമനില്ല എന്നും പറയാണ്. മോക്ഷമുള്ള സ്ഥലത്ത് ഭോഗചിന്തയില്ല, മോഹങ്ങളില്ല, ഭോഗമില്ല. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കി മുന്നേറുക എന്നാണല്ലോ ആചാര്യന്മാർ പഠിപ്പിച്ചു തരുന്നത്. ഇങ്ങനെയുള്ള ഈ ദ്വന്ദ്ങ്ങളിൽ പെട്ട് ഉഴറുന്ന ഭക്തന് ആരാണ് സംരക്ഷണം തരുന്നത്? ഒരേ ഒരു ശക്തിയാണ്, സാക്ഷാൽ ത്രിപുര സുന്ദരി ദേവി. സാധകർക്ക് ഈ സുഖമായാലും ദുഃഖമായാലും ആനന്ദമായാലും എല്ലാം കരഗതമാക്കുകയാണ്, അല്ലെങ്കിൽ അരുളി ചെയ്യുകയാണ്, പ്രദാനം ചെയ്യുകയാണ് അമ്മ ചെയ്യുന്നത്. ഇത്രയ്ക്ക് കാരുണ്യമൂർത്തിയായി
വിളങ്ങുന്ന മഹാദേവിക്ക് നമസ്കാരം. ഓം സുഖപ്രദായൈ നമ. ഓം ശ്രീ മഹാദേവിയൈ നമ.